ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സീസണിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഐറ്റമായിരുന്നു ട്രസ്ലെച്ചസ് കേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ആ ട്രെൻഡിങ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കഴിച്ച ഡെസേർട്ടുകളിൽ ചില ഡെസേർട്ട്സ് എനിക്ക് ഒരുപാട് ഡെസേർട്ട്സുകൾ എനിക്ക് വീണ്ടും കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതിലൊരു ഡെസേർട്ടാണ് ഈ ഒരു ട്രസ്ലെച്ചസ് കേക്ക്. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് 3 തവണ അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു മിക്സിംഗ് ജാറിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ 2 മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തിട്ടെടുക്കണം. നേരത്തെ നമ്മൾ അരച്ച് വെച്ച പൗഡറില്ലേ, അത് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ലംസ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് ആട്ടോ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനിലാണ് ഇടേണ്ടത്, അതായത് താഴത്തെ കോയിൽ മാത്രം ഹീറ്റ് ആവുന്നതിൽ. അങ്ങനെ ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമ്മുടെ ബാറ്ററിലെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന മോൾഡിൽ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ ജസ്റ്റ് തട്ടി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. 20 to 25 മിനിറ്റ്സ് ആണ് സാധാരണ കേക്ക് ബേക്ക് ആവാറ്. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പെർഫെക്റ്റ് റൈറ്റിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു നോക്കാം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ ട്രസ്ലെച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റിലേക്ക് നമ്മുടെ ഇത് വെക്കുകയാണ് കേക്ക്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്, 1/4 കപ്പ് പാൽ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിന് 1 കപ്പ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേക്കില്ല, അതിന് നേരത്തെ ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളതിലേക്ക് നമ്മളുടെ ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ കൂടി തന്നെ ഇറങ്ങി എത്തിക്കോളും. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ആ ക്രീം വെച്ചിട്ട് മെച്ചിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെച്ചിയുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്ത യൂസ് ചെയ്യുന്നുണ്ട്, ഇത് ഓപ്ഷനിലാണ്. പിന്നെ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി നിങ്ങൾ ഡെസേർട്ട് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.